ഇപ്പോൾ ഇന്നൊരു പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അല്ല, ക്യാബിനറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് പാർലമെന്റിൽ അത് ബില്ലായി വരും. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഇന്ത്യ പോലത്തെ ഒരു ബഹുഭാഷ, ബഹുസംസ്കാരം, ബഹു ആചാരം, ബഹു അനുഷ്ഠാനമുള്ള ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു പൊതു ബില്ലുണ്ടാക്കുക, ഒരു പുതിയ നിയമം ഉണ്ടാക്കുക അസാധ്യമാണ്. ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാൻ സാധിക്കുന്ന അവസരത്തിലാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നതും പേരിട്ടതും. ആ ജനാധിപത്യം അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളണം. എല്ലാ ആളുകളെയും ഈ രാജ്യത്ത് വേണം. എല്ലാ മതങ്ങളും ജാതികളും ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുസമ്പത്താണ്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ആ പ്രത്യേകതയെ അട്ടിമറിക്കാൻ BJP ഗവൺമെന്റ് അല്ല, ആര് വിചാരിച്ചാലും അത് സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നു. ആ ഒരു ആഗ്രഹം BJP മനസ്സിൽ വെക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ വോട്ടുകൾ മറിയാറുണ്ട്, മാറ്റാറുണ്ട്, ഒക്കെ സ്വാഭാവികമാണ്. അത് നോക്കിയിട്ടൊന്നൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അത് വേറെ, ഇത് വേറെ. ഇപ്പം ഇതെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടീൻ്റെ അകത്തുനിന്ന് വോട്ട് ചോരുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമാണ്, ചോരും. അതൊക്കെ വ്യക്തികളെ ബാധിക്കുന്ന മാത്രം പ്രശ്നമാണ്, പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല, നാടിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല.